അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ ഫൊക്കാനയുടെ 21ാമത് അന്താരാഷ്ട്ര കൺവെൻഷന് പെൻസിൽവേനിയ കലഹാരി റിസോർട്ടിൽ തുടക്കമായി. കൺവെൻഷന്റെ മുഖ്യ അതിഥിയായി എത്തിയ പ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, പ്രമുഖ അതിഥികൾ എന്നിവർ നിലവിളക്ക് കൊളുത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഷിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്, കേരള ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 1000ഓളം പേർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. പ്രശസ്ത മേള കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചെണ്ടമേളവും ഘോഷയാത്രയും ആവേശകരമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. ഫൊക്കാനയുടെ 22ാമത് കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയാണ് ഇതാ സുഹൃത്തുക്കളെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏവരും പ്രതീക്ഷിച്ചിരുന്ന സുദിനം സഹതാഗതമായിരിക്കുന്നു. ഫൊക്കാന കൺവെൻഷൻ ഇതാ ഈ മാമാങ്കം ഇന്നിവിടെ അരങ്ങേറുകയാണ്. ആ മഹാസംരംഭത്തിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയാണ് സുഹൃത്തുക്കളെ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫൊക്കാനയുടെ 22 വർഷങ്ങൾ, 22 കൺവെൻഷനുകൾ, ഫൊക്കാനയുടെ 41 വർഷങ്ങൾ, 22 കൺവെൻഷനുകൾ, അതിന്റെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഘോഷയാത്ര. ആ ഘോഷയാത്ര ഏതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഫൊക്കാനയുടെ ഇന്നിവിടെ നടക്കുന്ന ഇനാഗ്രേഷൻ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന്റെ തുടക്കത്തിന് വേണ്ടി നടത്തുന്ന പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആർപ്പ് വിളികളോടും ആനവയുടെ ചെണ്ടമേളങ്ങളോടെ ആമ്പടിയോടുകൂടി ഫൊക്കാനയുടെ ഘോഷയാത്ര, ഇനാഗ്രേഷൻ ഘോഷയാത്ര ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഫൊക്കാനയുടെ 22ാമത് കൺവെൻഷനോടനുബന്ധിച്ച് നടത്തുന്ന ഘോഷയാത്ര ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. മന്ദം സെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മലയാളി മംഗമാരുടെയും സുഹൃത്തുക്കളുടെയും കൂടെ നടക്കുന്ന ഈ ഘോഷയാത്ര നിങ്ങളും പങ്കാളിയാവുക. വർഷങ്ങൾ പിന്നിട്ട ഫൊക്കാന ഇത് അതിന്റെ ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഈ ഓഡിറ്റോറിയത്തിലേക്ക് 22ാമത് കൺവെൻഷൻ ആഗതമായിരിക്കുന്നു. വിശിഷ്ട അതിഥികളോടൊപ്പം ഡോക്ടർ സജിമോൻ ആന്റണി, ശ്രീകുമാർ ഉണ്ണിത്താൻ, ജോയി ചാക്കപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇത് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1000 സർഗപ്രതിഭകൾക്ക് പെറ്റമ്മയും പൊറ്റമ്മയുമായി പ്രശോഭിച്ച തലമുറകളുടെ പാരമ്പര്യം തലവെച്ചുറങ്ങുന്ന ഫൊക്കാന, അതെ 43 വർഷത്തെ ചരിത്രമുടങ്ങുന്ന ഫൊക്കാന 22ാമത് കൺവെൻഷൻ ഇതാ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണിയുടെയും ശ്രീകുമാർ ഉണ്ണിത്താന്റെയും ജോയി ചാക്കപ്പന്റെയും നേതൃത്വത്തിൽ ഇതാ ഈ സമ്മേളന വേദിയിലേക്ക് ആഗതമായിരിക്കുന്നു. മലയാളത്തിന്റെ അഭിമാനമായ പത്മഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ പിള്ള സാറും ബഹുമാനപ്പെട്ട ചിക്കാഗോ സിറോ മലബാർ രൂപതയുടെ ആരാധ്യനായ അധ്യക്ഷൻ ജോയ് ആലപ്പാട്ട് പിതാവിന്റെയും എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി ഇതാ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നു. ഡോക്ടർ സജിമോൻ ആന്റണിയുടെയും ജോയി ചാക്കപ്പന്റെയും ശ്രീകുമാർ ഉണ്ണിത്താന്റെയും നേതൃത്വത്തിലുള്ള ഈ കൺവെൻഷൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് ഈ വർഷത്തെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പായുള്ള ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറുകയാണ്. അതിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് നമ്മൾ എല്ലാവരും കടന്നു വരുന്നത്. 22ാമത് കൺവെൻഷൻ, 43 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഫൊക്കാന, നൂറുകണക്കിന് അസോസിയേഷനുകൾ മെമ്പറായിട്ടുള്ള ഫൊക്കാന, എല്ലാവരുടെയും
മലയാളികളുടെ അഭിമാനമായ പൊക്കാന അതെ അതിന്റെ ചരിത്ര നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടന നഗരിയിലേക്ക് ഡോക്ടർ അനിരുദ്ധൻ നഗറിലേക്ക് കടന്നു വരികയാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത കേരളത്തിന്റെ മണമുള്ള മലയാളികളുടെ മണമുള്ള ഈ സംഘടന 43 വർഷം പിന്നിട്ട് 22ാമത് കൺവെൻഷൻ അതാ ഈ വേദിയിൽ ആഗതമായിരിക്കുന്നു. ആരാധനായ മലയാളത്തിന്റെ അഭിമാനം അടൂർ ഗോപാലകൃഷ്ണ പിള്ളയും അതെ ചിക്കാഗോ രൂപതയുടെ ആരാധനായ പിതാവ് ഡോക്ടർ ജോയി ആലപ്പാട്ടും പിതാവും നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ മാത്യു മുണ്ടിയാങ്കൽ അതുപോലെ ലക്ഷ്മി സിൽക്സ് അവരുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി ഇതാ ഈ സമ്മേളന വേദിയിൽ എത്തിയിരിക്കുന്നു. ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക അതെ 43 വർഷത്തെ ചരിത്രമുറങ്ങുന്ന മലയാളത്തിന്റെ അഭിമാനമായ ഈ സംഘടന ഇതാ ഇന്ന് ഈ സമ്മേളന നഗരിയിൽ എല്ലാവരെയും കോരിത്തെരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഈ കൺവെൻഷൻ അതെ ഈ കലഹാരി റിസോർട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്കായി കൺവെൻഷൻ സെന്ററിൽ അതിന്റെ ചരിത്രമുറങ്ങുന്ന പൊക്കാനയുടെ ചരിത്രം 22ാമത് കൺവെൻഷൻ ഇതാ ഈ വേദിയിൽ സമാരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടും അനുവാദത്തോടും കൂടി ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തപ്പെടുന്നു. മലയാളത്തിന്റെ അഭിമാനം അടൂർ ഗോപാലകൃഷ്ണ പിള്ളജി അതുപോലെ സീറോ മലബാർ സഭയുടെ ചിക്കാഗോ രൂപതാധ്യക്ഷൻ ജോയി ആലപ്പാട്ട് പിതാവും ഡോക്ടർ സജിമോൻ ആന്റണി, ശ്രീകുമാർ ഉണ്ണിത്താൻ, ജോയി ജക്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇതാ ഈ വേദിയിൽ സമാരംഭിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ ചരിത്രമുറങ്ങുന്ന ഈ കലഹാരി കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. Behind the scenes, every contribution was important to the success of this convention. My sincere thanks to the registration, hospitality, accommodation, transportation, food, finance, sponsorship, souvenir, entertainment, cultural, youth, women's forum, media, publicity, stage, technical, security, and volunteer committees. Each committee accepted tremendous responsibilities and worked tirelessly to bring every part of this convention together. I would also like to express my deepest gratitude to my core group of friends who stood firmly beside me throughout this year-long journey. During every challenge, they gave me strength. During moments of uncertainty, they offered encouragement. Whenever something needed to be done, they stepped forward without hesitation. Their friendship, loyalty, and unwavering support made this responsibility much easier for me to carry. I would like to offer special recognition and heartfelt thanks to Jismi Matthew for her outstanding support throughout the entire preparation of this convention.
If you don't know Jismi Matthew, she is this year's high school valedictorian from my town and daughter of my close friend Linto Matthew. All Testimony Board members, Sri Matannur sir, Prince Pallikunel, Mr. Shajan, please come to the stage. Shajan and Mini. M.E. Prasad, please come to the stage. പൊക്കാനെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന IPS NAയുടെ എല്ലാ ഭാരവാഹികളും പ്രവർത്തകരും പത്രപ്രവർത്തകരെല്ലാം പ്ലീസ് ജോയിൻ us to inaugurate this function. അടുത്തതായിട്ട് ഗവൺമെന്റ് ചീഫ് ഇന്നത്തെ വിശിഷ്ട വ്യക്തികളുമായിരുന്ന അപ്പു ജോൺ ജോസഫ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം 3 MLA മാരും കൂടെ ചേർന്ന് തിരിതെളിച്ചു കൊള്ളാം.